സന്താനമില്ലാത്തവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങൾ നൽകട്ടെ. സന്താനമില്ലാത്തവർക്ക് സന്താനമുണ്ടാവാൻ എളുപ്പമുള്ളതായ രൂപം തുടർച്ചയായിട്ട് തെറ്റുകളും തോന്നിവാസങ്ങളും ഒഴിവാക്കി 5 വക്ത് നിസ്കരിക്കുന്നതോടൊപ്പം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് മാഫിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശത്തിലിട്ട് വെള്ളം ചൊരിയും. നിങ്ങൾക്ക് സന്താനങ്ങൾ വർദ്ധിച്ച് ലഭിക്കും, അതുപോലെ തന്നെ സമ്പത്തുകളും വർദ്ധിച്ച് ലഭിക്കും. ഇതെല്ലാം ലഭിക്കാനുള്ളതായ മാധ്യമമാണ്, മാർഗമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാന്റെ വിധിയിൽ മക്കളുണ്ടാവാനാണ് തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലിലൂടെ മക്കൾ ഉണ്ടാക്കി കൊടുക്കുമെന്നതിൽ സംശയമേ ഇല്ല. നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് പലരും പരിശോധിച്ച ശേഷം മക്കളെ കിട്ടിയിട്ടുണ്ട്. ഈ വാർത്ത പറഞ്ഞത് കാരണത്താൽ ഞാൻ നിസ്കരിക്കുന്ന പള്ളിയുടെ പരിസരത്തിലുള്ളതായ ഒരു വ്യക്തി, അദ്ദേഹം ബാങ്കിയാണ്, അദ്ദേഹത്തിനോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയും കൂടി ആരംഭിച്ചു ഇസ്തിഗ്ഫാറിന്. ഇപ്പോൾ കുട്ടി ജനിച്ചു. പറഞ്ഞു വരുന്നത് യാഥാർത്ഥ്യമാണത്. അള്ളാഹുവിന്റെ വിധിയിൽ മക്കൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ ആ മക്കളെ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥന ഇസ്തിഗ്ഫാറാണ്. അഥവാ അള്ളാഹുവിനോട് മാഫിന് ചോദിക്കൂ എന്ന അസ്തഗ്ഫിറുല്ലാഹൽ അളീം മിൻ കുല്ലി ദംബിൻ അളീം, അളീമായ റബ്ബിനോട് വലിയ വലിയ ഏത് ദോഷങ്ങളുണ്ടെങ്കിൽ എനിക്ക് നീ മാഫാക്കി തരണമേ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചെല്ലേണ്ട രൂപത്തിൽ ചെല്ലാം. ഞാൻ പറഞ്ഞ അതേ പദം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുക ഇസ്തിഗ്ഫാറിന്റെ പദങ്ങൾ. അതുപോലെ തന്നെ റബ്ബിലാ തജഅൽനി ഫർദൻ, നീ എന്നെ തനിച്ചാക്കരുത് എന്നതായ സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പല നബിമാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്. അവർക്കൊക്കെ സന്താനമുണ്ടായിട്ടുമുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം മക്കൾ ഉണ്ടാവലാണെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള സന്താനങ്ങളെ സാലിഹ്യങ്ങളാക്കി മാറ്റട്ടെ, സാലിഹ്യങ്ങളാക്കി മാറ്റട്ടെ, സാലിഹ്യങ്ങളാക്കി മാറ്റട്ടെ. മനുഷ്യന്മാരുടെ പൊറുതികേടുണ്ടല്ലോ, അത് അവസാനിക്കലുണ്ടാവില്ല. കാരണം പൊതുവേ നമുക്ക് എപ്പോഴും മക്കൾ ഉണ്ടായി കിട്ടണമെന്ന് പൂതിയാണ്. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മക്കൾ നന്നായി കിട്ടണമെന്ന് പൂതിയാണ്. മക്കളെ വളർത്താൻ സാധിക്കാതിരുന്നില്ലെങ്കിൽ അല്ല മക്കൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ തർക്കമില്ലായിരുന്നു എന്നിവരെ ചിന്തിക്കുന്നവരുണ്ടായി. ഈ മക്കൾ ഉണ്ടായതാണ് ഏറ്റവും വലിയ ജഹന്നം, ഏറ്റവും വലിയ ജഹന്നമി ജീവിതം ഞങ്ങളുടെ നാട്ടിൽ വന്നു പോയത്, അല്ലെങ്കിൽ വീട്ടിൽ വന്നു പോയത് എന്ന് പറയുന്നവരുണ്ടായി. അപ്പോൾ അവിടെ പ്രശ്നം എന്താണ്? മക്കളെപ്പോലെ മക്കൾ ഉണ്ടാക്കി ആ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്താൻ തൗഫീഖ് ലഭിക്കുക എന്നതാണ്. അള്ളാഹു ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, രോഗങ്ങൾ സുഖപ്പെടുത്തട്ടെ.